യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ അകാരണമായി പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തതിന്റെ CCTV ദൃശ്യങ്ങൾ വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പ്രകാരം ലഭിച്ചു. 2023 ഏപ്രിൽ 5-ന് ചൊവ്വന്നൂരിൽ വെച്ച് വഴിയരികിൽ നിന്നിരുന്ന സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട സുജിത്ത് കാര്യം തിരക്കിയത് ഇഷ്ടപ്പെടാതിരുന്ന കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ SI നുപ്മാൻ സുജിത്തിനെ പോലീസ് ജീപ്പിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും തുടർന്ന് സ്റ്റേഷനിൽ വെച്ച് SI നുപ്മാൻ CPOമാരായ ശശീന്ദ്രൻ, സന്ദീപ്, സഞ്ജീവൻ എന്നിവർ ദേഹോപദ്രവം ഏൽപ്പിക്കുകയുമായിരുന്നു. മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുകയും പോലീസിനെ ഉപദ്രവിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്ന വ്യാജ FIR ഉണ്ടാക്കി സുജിത്തിനെ ജയിലിൽ അടയ്ക്കാനായിരുന്നു പോലീസ് നീക്കം. എന്നാൽ വൈദ്യപരിശോധനയിൽ സുജിത്ത് മദ്യപിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതി സുജിത്തിന് ജാമ്യം അനുവദിക്കുകയും ചെയ്തു. തുടർന്ന് കോടതിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ വൈദ്യപരിശോധനയിൽ പോലീസ് ആക്രമണത്തിൽ സുജിത്തിന്റെ ചെവിക്ക് കേൾവി തകരാർ സംഭവിച്ചതായി കണ്ടെത്തി. തുടർന്ന് സുജിത്ത് പോലീസ് ഉദ്യോഗസ്ഥർക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി. എന്നാൽ പോലീസ് ഈ പരാതിയിൽ കേസെടുക്കാനോ നടപടി സ്വീകരിക്കാനോ തയ്യാറായില്ല. മാത്രമല്ല, സുജിത്തിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർ ജില്ലയിൽ ക്രമസമാധാന ചുമതലയിൽ വിലസുകയാണ്. ഇതിനെതിരെ സുജിത്ത് കോടതിയെ സമീപിച്ചിരുന്നു. തുടർന്ന് തെളിവുകൾ പരിശോധിച്ച കുന്നംകുളം 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കുന്നംകുളം പോലീസുകാർക്കെതിരെ ക്രൂരമർദ്ദനമേൽപ്പിച്ചതിനെതിരെ അസാധാരണമാം വിധം നേരിട്ട് കേസെടുത്തു. തന്നെ മർദ്ദിച്ചതിന്റെ തെളിവ് ശേഖരിക്കുന്നതിന്റെ ഭാഗമായി പോലീസിൽ അന്നേ ദിവസത്തെ CCTV ദൃശ്യങ്ങൾക്ക് അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ പോലീസ് പല കാരണങ്ങൾ പറഞ്ഞ് ദൃശ്യം നൽകുന്നത് തടഞ്ഞു വച്ചിരിക്കുകയായിരുന്നു. തുടർന്ന് സുജിത്ത് വിവരാവകാശ നിയമപ്രകാരം CCTV ദൃശ്യം ആവശ്യപ്പെട്ടെങ്കിലും പോലീസ് നിസ്സഹകരണ സമീപനം തുടരുകയായിരുന്നു. സുജിത്ത് നൽകിയ അപ്പീൽ അപേക്ഷയിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ സംസ്ഥാനത്ത് ആദ്യമായി തന്നെ ഒരു പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ നൽകാനുള്ള അസാധാരണമായ ഉത്തരവിട്ടു. തുടർന്നും പോലീസിന്റെ അലംഭാവത്തെ തുടർന്ന് വിവരാവകാശ കമ്മീഷൻ പോലീസിനെയും സുജിത്തിനെയും നേരിട്ട് വിളിച്ചു വരുത്തി രണ്ടുപേരുടെയും വാദം കേട്ട് സുജിത്ത് ആവശ്യപ്പെട്ട CCTV ദൃശ്യങ്ങൾ നൽകുവാൻ കർശന നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ സുജിത്തിന് തന്നെ പോലീസ് സ്റ്റേഷനിലെ പല സ്ഥലങ്ങളിൽ വെച്ച് SI ഉൾപ്പെടെ പോലീസുകാർ മർദ്ദിച്ച് അവശനാക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭ്യമായത്. നിലവിൽ കോടതി ഈ പോലീസുകാർക്കെതിരെ നേരിട്ടെടുത്ത കേസിൽ വിചാരണ നടന്നു വരികയാണ്. നേരത്തെ ക്രൈം റെക്കോർഡ് ബ്യൂറോ അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്ന KC സേതു സിറ്റി പോലീസ് കമ്മീഷണർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലും സുജിത്തിന് മർദ്ദനമേറ്റതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. SI നുപ്മാനും CPOമാരായ സജീവ്, സന്ദീപ് എന്നിവരും ചേർന്നാണ് സുജിത്തിനെ മർദ്ദിക്കുന്നതായി CCTV ദൃശ്യങ്ങൾ തന്നെ തെളിവായി ഉണ്ടെന്നും റിപ്പോർട്ട് പറയുന്നു. അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ സുജിത്ത് മദ്യപിച്ചു എന്നായിരുന്നു പോലീസിന്റെ ആരോപണവും FIR. എന്തായിരുന്നു അന്നത്തെ അനുഭവം? അത് കഴിഞ്ഞിട്ടുള്ള നിയമ പോരാട്ടത്തിന്റെ നാൾ വഴികൾ? ഞാൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു ക്ഷേത്രത്തിലെ ശാന്തിക്കാരനും കൂടിയിട്ടാണ്. അന്ന് ഒരു പൂരത്തിൻ്റെ ഒരു വൈകിട്ട് സമയത്ത് കമ്മിറ്റിയുടെ വീഡിയോ കാര്യങ്ങളും കാണാനൊക്കെ വേണ്ടിയിട്ട് നാട്ടിലിരിക്കണം ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ പോലീസ് വന്നിട്ട് അവിടെ കൂട്ടുകാരുടെ അടുത്ത് വന്നിട്ട് സംസാരങ്ങളുണ്ടായത്, വാക്കാരുണ്ടായത്. അപ്പോൾ പേടിയ കാരണം നമ്മൾ വിളിച്ചിട്ട് പോലീസിനായിട്ട് സംസാരിക്കേണ്ട സമയത്താണ് എൻ്റെ കോളർ പിടിച്ച് വലിച്ച് ജീപ്പിൽ കയറ്റിയിട്ട് നേരം കൊണ്ട് കൊടുക്കുന്നത്. അവരുടെ എല്ലാവരുടെയും ഒഴിവാക്കിയിട്ട് എൻ്റെ മാത്രമേ കൊടുന്നത്. ഇവിടെ കൊണ്ടുവരുമ്പോൾ സജീവൻ എന്ന് പറഞ്ഞൊരു പോലീസുകാരനായിരുന്നു. ആള് ഒന്നിയോറ ജംഗ്ഷൻ്റെ അവിടെ വെച്ചിട്ട് എന്നെ തല്ലിയിട്ടുണ്ടായിരുന്നു. ബാക്ക് ഡോർ തുറന്നിട്ട് തല്ലിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതൊക്കെ CCTVയിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. ജീപ്പ് കയറി വരണേക്കായിട്ട് തൊട്ട് മുന്നേ ആളോട് നടന്നു വരുന്ന ദൃശ്യങ്ങളൊക്കെ. അതിനുശേഷം സ്റ്റേഷനിൽ വന്നതിന് ശേഷം എല്ലാവരും കൂടിയിട്ട് 5 പേരും കൂടി നല്ല ക്രൂരമായിട്ട് ശ്രദ്ധിക്കാൻ ഉണ്ടായിട്ടുള്ളൂ.